السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. ബഹുമാനം നിറഞ്ഞ സിറാത്തുൽ മുസ്തഖീം നമ്പർ 1 ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, മറ്റു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടലിനെയും ഈ സംഗമത്തിനെയും നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുവാനും അവിടുത്തെ ഹുബ്ബും ഇസ്കും വർദ്ധിപ്പിക്കുവാനും അതുവഴി ഇരുലോകത്തിലും വിജയം കരസ്ഥമാക്കുവാനും അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സുന്നത്തിലൂടെ നമ്മെ സഞ്ചരിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് അവദാനമായി നൽകിയ മഹാനായ ശൈഖുൽ മശായിഖ് മുഹമ്മദ് സ്വാലിഹ് മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെയും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഗമം എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ പരലോകത്തിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് എന്നോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവിടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോരോ ഘട്ടങ്ങളിലും അവിടുന്ന് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന ഒരു അറിവ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ കാണാം. ഓരോ സംഭവങ്ങളെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ബുറാഖ് എന്ന വാഹനത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തിയത് നമുക്കറിയാം. അതിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രക്കാണ് ബുറാഖ് എന്ന വാഹനം ഉപയോഗിച്ചത്. അവിടെ നിന്ന് ആകാശത്തിലേക്കും പിന്നെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കുമൊക്കെ പോയത് വാഹനം ഇല്ലാതെയാണ് എന്നാണ്. അപ്പോൾ ബുറാഖ് എന്ന വാഹനം എന്തിനായിരുന്നു? ബുറാഖ് എന്ന വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രാ ദൈർഘ്യം കുറക്കാൻ വേണ്ടിയായിരുന്നു, സ്പീഡ് കുറക്കാൻ വേണ്ടിയായിരുന്നു. നബി തങ്ങൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ. ഇന്ന് ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും വേഗത കൂടിയ വസ്തു പ്രകാശമാണ്. എന്നാൽ ആ പ്രകാശമല്ല നബി തങ്ങളുടെ പ്രകാശം. നബി തങ്ങളുടെ നൂറ് അതിനേക്കാൾ എത്രയോ കോടാനുകൂടി ശക്തമായ നൂറാണ്. അപ്പോൾ പിന്നെ നബി തങ്ങളുടെ സ്പീഡ് അധികരിക്കുന്നത് ഒന്ന് കുറക്കാൻ വേണ്ടി കുറച്ച ദൂരമുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അവിടെ ബുറാഖിനെ കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ളത് ദൈർഘ്യം ഉള്ള യാത്രയായപ്പോൾ ബുറാഖ് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പോയി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുന്ന ഒരു സ്ഥലം നമുക്കറിയാമല്ലോ. അവിടെ നിന്നാണ് ജിബ്രീൽ പറയുന്നത്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്സിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. അതിൽ നിന്ന് ഒരു പോസ്റ്റ് അങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ ജിബ്രീൽ കരിഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എത്രയോ 10 മടങ്ങ് ശക്തമാകുന്ന പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലും കരിച്ചു കളയുന്ന സ്ഥലത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷപൂർവ്വം കടന്നു പോകുന്നത് എന്തായിരുന്നു അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമാണ്. അതിലും അത്ഭുതം അതിന് ശേഷമുള്ളതാണ്. അള്ളാഹുവുമായി മുനാജാത്ത് നടത്തിയിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വകാന ഖാബ ഖൗസൈൻ, ഒരു അമ്പിന്റെ 2 അണച്ചങ്ങൾ അടുക്കുന്നത് പോലെ അള്ളാഹുവും മുത്തുനബിയും അടുത്തു. അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. കാരണം അള്ളാഹുവിന് രൂപമില്ല, അള്ളാഹുവിന് സ്ഥലമില്ല, അള്ളാഹു സ്ഥലകാല സമയങ്ങൾക്കൊക്കെ അതീതനാണ് എന്ന കാര്യം നമുക്കറിയാമല്ലോ. ആ അള്ളാഹുവിനെ നബിങ്ങൾ അടുത്തു. അമ്പിന്റെ 2 അണച്ചങ്ങൾ അടുക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി 2 അമർന്ന് ഒട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ അതിനേക്കാൾ അടുക്കുക എന്ന ഒന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നില്ല. എന്നാൽ ഖുർആൻ പറയുന്നു, വകാന ഖാബ ഖൗസൈനി ഔ അദ്ന, അതിനേക്കാൾ അടുത്തു എന്ന് പറയുന്നുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറമാണ്. നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമാണ് ഓരോന്നും. തൗഹീദാകുന്ന തൗഹീദിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട 2 ഷഹാദത്ത് കലിമകൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഹീദ് എന്താണ്? അള്ളാഹു ഏകനാണ് എന്ന് പറയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട വാചകത്തിലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് കടന്നു വരുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറമാണ്, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമാണ്. ഒരുപാട് സംഭവങ്ങൾ നമുക്കിങ്ങനെ ചിന്തിച്ചാൽ
കാണാം. അള്ളാഹുവിനോട് മാത്രം മുനാജാത്ത് നടത്തേണ്ട നിസ്കാരത്തിൽ എങ്ങനെയാണ് മുത്തുനബിയോട് ഒരു മുനാജാത്ത്, ഒരു സംഭാഷണം അത്തഹിയ്യാത്തിൽ കടന്നു വന്നത്? മറ്റാരോടെങ്കിലും ചെറിയൊരു സംഭാഷണത്തിന്റെ വാചകം വന്നു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാണല്ലോ. പക്ഷേ മുത്തുനബിയോട് അവിടെ സംഭാഷണം നടത്താതിരിക്കുമ്പോഴാണ് നിസ്കാരം ബാത്തിലാകുന്നത്. എങ്ങനെയാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെയും അപ്പുറമാണ്. ഇങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, മരണപ്പെട്ട ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ മൻ ഹാദർ റജുലു എന്ന് മുത്തുനബിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കപ്പെടുന്നു, നമ്മളൊക്കെ ചോദിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു വ്യാഖ്യാനം പറയുന്നത് റൗള ശരീഫിലേക്ക് ഈ ഖബറിൽ നിന്ന് കാണിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ റൗള ശരീഫിൽ കിടക്കുന്ന മുത്തുനബി എങ്ങനെ അവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നു? ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കുമ്പോഴും നമ്മുടെ തലച്ചോറാകുന്ന കാൽക്കുലേറ്ററിൽ കൊള്ളുന്നതിൻ്റെയും എത്രയും അപ്പുറമാണ് അത് എന്ന് വളരെ വ്യക്തവും സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹപ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. ആ സ്നേഹപ്രകടനത്തിന് ഒരിക്കലും ഒരു പരിധിയും ഇല്ല. ഒരു പരിധിയുണ്ട്. ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞ പരിധി, നസാറാക്കൾ അവരുടെ നബിമാരെ കുറിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത്, അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അഥവാ അള്ളയാണ് എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പുത്രനാണ് എന്നോ നിങ്ങൾ പറയരുത്. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എന്തൊക്കെ നന്മകളുണ്ടോ, നന്മയായ ഒരു കാര്യമുണ്ടോ, എന്ത് മദ്ഹ് വേണമെങ്കിലും നബിതങ്ങളിലേക്ക് വിധിക്കാം. കാരണം അതൊക്കെ നബിതങ്ങളിലുണ്ട്, നബിതങ്ങളിലില്ലാത്ത മറ്റൊന്നുമില്ല. അതാണല്ലോ അത്ഭുതകരമായ ഒരു കാര്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് തന്നെ ഒരു മഹാത്ഭുതമാണ്. ആ പേര് തന്നെ ഒരു മഹാത്ഭുതമാണ്. കാരണം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത്. എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് ആകേണ്ടത് അള്ളാഹു മാത്രമാണ്, സ്തുതിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന പേരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ തന്നെ തുടങ്ങുന്നത്. പക്ഷേ ആ അള്ളാഹുവിന് പോലും അള്ളാഹു മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല. സ്തുതിക്കപ്പെടേണ്ടവൻ എന്ന പേര് അള്ളാഹു തആല നൽകിയിരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. എന്താണ് ആ പേരെങ്ങനെ വന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെയും അപ്പുറമാണ്. അള്ളാഹു ആ മുത്തുനബിയെ മനസ്സിലാക്കാൻ പറ്റുന്നത്ര മനസ്സിലാക്കുവാനും അവിടുത്തെ ഇഷ്കിലായി ലയിക്കുവാനും നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നീട് നമ്മൾ അനുസ്മരിക്കുന്നത് കേരളം കണ്ട ഈ കേരളം പോലെയുള്ള നമ്മുടെ ഈ രാജ്യത്തിൻ്റെയൊക്കെ നിലനിൽപ്പിന് പോലും നിദാനമായി കിടക്കുന്ന ഷെയ്ഖുൽ മശായിഖ് മുഹമ്മദ് സ്വാലിഹ് മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരാണ് ഈ ലോകത്തിനെ നിലനിർത്തുന്നത്. അവരെ കൊണ്ടാണ് ലോകം നിലനിന്നു പോരുന്നത്. അവരെ പോലെയുള്ള മശായിഖന്മാർ, ബഹുമാനപ്പെട്ട മൗലയും അവിടുത്തെ മശായിഖന്മാരെ പോലെയുള്ള ആളുകൾ മാത്രമാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സബബ് എന്ന് നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെ ചരിത്രങ്ങളൊക്കെ ഒരുപാട് ഇവിടെ അനുസ്മരിക്കപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ അത്തരം ഒരു മശായിഖന്മാരുടെ കയ്യിലൂടെ അല്ലാതെ ഒരിക്കലും നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. നമുക്ക് ഒരു കർഷകരെ പോലെ നമുക്ക് ഒരു കൃഷി വളരണമെങ്കിൽ അത് ചിലപ്പോൾ വളം കൂടിപ്പോകും, ചിലപ്പോൾ വളം കുറഞ്ഞു പോകും, ചിലപ്പോൾ വെള്ളം കൂടിയാൽ കേടാണ്, വെള്ളം കുറഞ്ഞാൽ കേടമാണ്. ചില വളം ചില കൃഷികൾക്ക് പറ്റുകയില്ല, ചില വളം മറ്റു ചില കൃഷികൾക്ക് പറ്റുകയില്ല. വാഴക്കിടുന്നത് ചിലപ്പോൾ തെങ്ങിന് പറ്റില്ല, തെങ്ങിൻ്റേത് പൂളക്ക് പറ്റില്ല. ഏതാണ് കൃഷി എന്ന് നോക്കണം, അതിന് എത്ര ഡോസിലാണ് വളം ചേർക്കേണ്ടത് എന്ന് നോക്കണം. അധികമാണെങ്കിൽ അത് കുറക്കണം, കുറവാണെങ്കിൽ അത് കൂട്ടിക്കൊടുക്കണം. വെള്ളവും വളവും ഒക്കെ സമയാസമയങ്ങൾ നൽകണം, അതിന് മരുന്നടിക്കണം. ഇതിന് ഒരു ഡോക്ടർ ഇല്ലാതെ, ഇതിനൊരു കർഷകരില്ലാതെ സ്വന്തമായി ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്കെത്താൻ അതിന് പറ്റുന്ന ഏറ്റവും നല്ല ഒരു കർഷകനെ നമ്മൾ കണ്ടുപിടിക്കണം. നാം ആകുന്ന കൃഷിയെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാനുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ആവശ്യമാണ്. അതിന് ഈ കേരളക്കടക്ക് അവധാനമായി അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ ഒരു റൂട്ടാണ് ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളിലൂടെ നമ്മിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. ആ ശൃംഖലയിൽ അല്ലാഹു തആല ഒരു കൈപിടിക്കാനെങ്കിലും നമുക്ക് ഭാഗ്യം നൽകി. അതുകൊണ്ട് നാളെ മഹ്ശറിൽ അവരുടെ ശഫാഅത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. ഓരോ മശായിഖിന്റെ പിന്നിലുമായി ഓരോരോ സംഘങ്ങളിലായി ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മശായിഖിന്റെ പിന്നിലായി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊണ്ട് സംഘാടകർക്ക് അഭിനന്ദിച്ചുകൊണ്ട് അല്ലാഹു തആല ഇരു ലോകത്തിലും ഖൈർ പ്രദാനം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ദർശനവുമൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് എല്ലാവരോടും വസിയ്യത്ത് ചെയ്തുകൊണ്ട്
ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.